ഇന്നേ നല്ലൊരു അടിപൊളി റൈസ് ഉണ്ടാക്കിയെടുത്താലോ? അതും റേഷൻ അരി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെന്ന് പറയത്തില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ലൊരു മന്തി ടേസ്റ്റിൽ അടിപൊളി റൈസ്. കുട്ടികളൊക്കെ വീട്ടിൽ ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിൽ കയറി ഇരിക്കുന്ന ടൈമിലുള്ള അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മതി. കുക്കർ നമ്മുടെയൊക്കെ വീട്ടിലില്ലേ? അപ്പം ഇതുപോലെ കുക്കറിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കേ. കുട്ടികൾ വയറ് നിറയെ കഴിച്ചോളും. ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റേഷൻ അരിയാണ് മിക്സ് ചെയ്തേക്കുന്നതെന്ന് പറയത്ത് പോലുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്തി പിന്നെ കടയിൽ നിന്ന് വാങ്ങത്തില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്ന അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, നല്ല റേഷൻ വെള്ളരി, ഒരു നാഴി റേഷൻ വെള്ളരി കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് റേഷൻ വെള്ളരി തന്നെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതല്ല, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തി റൈസ് ഉണ്ടെങ്കിൽ ഒരു നാഴി വേണി മന്തി റൈസിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ നല്ല ബാദുഷാ റൈസൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാഴി വേണി അത് മിക്സ് ചെയ്യാം. ഏതിലൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാൻ ഒരു അരിയില്ല, റേഷൻ അരി മാത്രം ഉണ്ടെങ്കിൽ നിങ്ങളത് മാത്രം ഇട്ട് ഇതുപോലെ നല്ല ചൂട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തി നന്നായിട്ട് കഴുകി വാരി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ റേഷനരിയാണ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തേക്കുന്ന ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് പൊക്കോളും. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ചിക്കൻ്റെ പണി നോക്കാം. നമ്മൾ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ, ചെറിയ രീതിയിൽ എല്ലും മുട്ടി അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ അപ്പോൾ അങ്ങനത്തെ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല കഷ്ണങ്ങൾ നമുക്ക് പൊരിക്കാൻ എടുക്കാം. ബാക്കി ഇതുപോലത്തെ എല്ലും മുട്ടിയൊക്കെ നമുക്കിങ്ങനെ വാരി വയ്ക്കുവാണെങ്കിൽ നല്ല റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വാരി വെച്ചേക്കുന്ന ഇറച്ചിയാണിട്ടത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടിയും ഒരു 1.5-2 സ്പൂണോളം കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് നമ്മൾ ഈ ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചതുണ്ടല്ലോ അതിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയുടെ പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് തിരുമ്മി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും കോരി ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ചിക്കൻ്റെ എല്ലും മുട്ടിയൊക്കെ അങ്ങോട്ട് വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോവാതിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ പൊരിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇന്നൊക്കെ ഇറച്ചിയുടെ മസാല നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കീറിയിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്ക് നല്ല ചോറിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ റേഷനരിയാണ് മിക്സ് ചെയ്തതെന്ന് പറയത്തില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. അതാകുമ്പോൾ 20 മിനിറ്റും കൊണ്ട് നമ്മുടെ പണി തീരുമല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് ഒരു കുറച്ച് ഡാൽഡ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ 1 സ്പൂൺ നെയ്യ് കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു 1.5 സവാള ചെറുതായിട്ടൊന്ന് കുനുകുനായിരിക്കും അതിട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഈ ഐറ്റംസും അതും കൂടെ വീട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വഴറ്റുമ്പോൾ തന്നെ പ്രത്യേക മണമാണ്. ഇനിയുണ്ടല്ലോ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പു ഏലക്ക പട്ട പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ കൂടി ഇട്ട് കൊടുക്കുക. മസാലയുടെ ജീരകം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പഴുത്ത് തക്കാളി ഉണ്ടെങ്കിൽ 1 2 എത്ര എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 1.5 തക്കാളി പഴുത്തത് ഇതുപോലെ ഒന്ന് കുനുകുന അരിഞ്ഞിട്ട് ഈ ഒരു മസാലയുടെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് അവിടെ പൊരിച്ച് വെച്ചേക്കാൻ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ പൊരിച്ചതിൻ്റെ എണ്ണയൊക്കെ ഇത്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് ഒഴിച്ചോ. ഇനി അതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുത്ത് പ്രത്യേകമാണ് കേട്ടോ. മല്ലിയിലയും അതുപോലെ എല്ലാം കൂടെ കൂടി ഇങ്ങനെ വഴറ്റി എടുത്തതുകൊണ്ട് ചിക്കൻ റോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പരുവത്തിൽ ഏകദേശം നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. നല്ലതായിട്ട് നിങ്ങളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളവിടെ കഴുകി വാരി കുതിർത്തി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കനല്ല, കഴുകി വാരി കുതിർത്തി വെച്ചേക്കുന്ന നമ്മുടെ അരി ഉണ്ടല്ലോ, ആ അരി ഇതുപോലെ അങ്ങോട്ട് ആ ഇറച്ചിയുടെ മുകളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് കൊട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ചിക്കനും നമ്മുടെ റൈസും ഒക്കെ കൂടി ഇതുപോലെ അങ്ങോട്ട് കൂട്ടി ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണോ നല്ല ടേസ്റ്റ്. ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വാരി കോരി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് മണമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രുചി നമുക്കറിയാലോ. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഈ അരി എന്തോരം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തേക്കുന്നത്, 2 നാഴി അരിയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഒരു കുക്കറിൽ 3/4 വരുന്ന രീതിയിൽ വെള്ളം കേട്ടോ. അപ്പോൾ നിങ്ങൾ 5 ലിറ്ററിൻ്റെ കുക്കറിൽ 2 നാഴി അരി ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൽ ഒരു 3/4 പാകത്തോളം വെള്ളം വെച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ചെറുനാരങ്ങ നീര് ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞ് വയ്ക്കാം കേട്ടോ. അരി ഒരുപാട് കുഴഞ്ഞു പോവാതെ നല്ല റൈസായിട്ട് തന്നെ കിട്ടും. നമ്മൾ മന്തി റൈസൊക്കെ ഇങ്ങനെ ഇരിക്കത്തില്ലേ അതുപോലെ ഇരിക്കും കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. കുക്കറിലായതുകൊണ്ട് 20 മിനിറ്റ് ചോറായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് വിസിലടിച്ചിട്ട് നമുക്കത് ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ അടിച്ച് വെക്കുന്ന കുക്കറിൻ്റെ അടപ്പാണെങ്കിൽ ഈ ഒരു പണ്ടാരുണ്ടല്ലോ ഇതങ്ങോട്ട് ഊരിയിടാം കേട്ടോ. ഊരിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കറക്റ്റ് വേവായി കഴിഞ്ഞപ്പം അടപ്പിൻ്റെ അകത്തോട്ട് താന് ചാടിക്കിടന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ കുക്കറിൻ്റെ ഇല്ലാന്ന് ഓർക്കണ്ട, സാധാ കുക്കറുണ്ടല്ലോ മുകളിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് വെക്കുന്നത് അതിന് നമുക്ക് അങ്ങനെ അടച്ചൊന്നും വക്കൊന്നും വേണ്ട കേട്ടോ. സാധാ ഒരു വിസിലടിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടാൽ മതി. ഇത് നോക്കിക്കേ, നമ്മൾ റേഷനരിയാണ് മിക്സ് ചെയ്ത് ചോറ് എന്ന് പറയത്തില്ല, രണ്ടിൻ്റെയും ഒരേ വേവാണ് കേട്ടോ. ഇനി ഇത്തിരി മല്ലിയില ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം
നമുക്കൊരു കരിക്കട്ട നമ്മുടെ അടുപ്പിലൊക്കെ കത്തിക്കേണ്ട കരിയുടെ കട്ടയൊക്കെ ഉണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഒരു കരിക്കട്ട വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത വീട്ടിൽ പോയി 2 കരിക്കട്ട എടുത്തുകൊണ്ട് വന്നാണ്. അത് നമുക്കിതാ ഇതുപോലെ നമ്മുടെ അടുപ്പിൽ വെച്ച് തീ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ഒരു കുഞ്ഞി പാത്രത്തിൽ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്തിനാണെന്നറിയാവോ? മന്തി റൈസിലെ ഒരു പുകച്ചവയില്ലേ, അത് കിട്ടും കേട്ടോ നമുക്ക് റൈസിന്. ഇട്ടൊന്ന് കിടത്തിയിട്ട് ഒരിത്തിരി എണ്ണ അതിൻ്റെ മുകളിൽ തൂളി കൊടുക്കാം. അതിനുശേഷം അടപ്പടച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം സെറ്റ് ആവാനായിട്ട് വെക്കാട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചോറിലേക്ക് നല്ലൊരു പുകച്ചോവയൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നല്ലൊരു മന്തിയുടെ ടേസ്റ്റും മണവും ഒക്കെ ആയിട്ട് അടിപൊളി ചോറ് കിട്ടും. ഒഴിവ് ദിവസം കുട്ടികൾക്ക് എന്തായാലും വീട്ടിൽ ഇതുപോലെ റൈസൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് മിക്സ് പണി ഉണ്ടാക്കി നോക്കുക. ഇനി മിക്സ് പണ്ണാൻ നമ്മുടെ വീട്ടിൽ വേറെ റൈസുകളൊന്നും ഇല്ലെങ്കിൽ റേഷനരി മാത്രം മതി കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി നോക്കുക. എന്നിട്ട് കഴിച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് വരാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാം മറന്നില്ല ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് അല്ലെങ്കിൽ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ.